ഹായ് എല്ലാ കുഞ്ഞുമക്കൾക്കും ഗുഡ് ഈവനിങ്. ടീച്ചർ ഇന്ന് ഗണിതം വേറൊരു രീതിയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്? സംഖ്യ വ്യാഖ്യാനം. എക്സ്പ്ലെയിൻ ദ നമ്പർ. ഒരു സംഖ്യയെ വ്യക്തമാക്കി വിശദീകരിക്കുക. നോക്കൂ, ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യ 45 ആണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക? ഏത് സംഖ്യയായാലും ആദ്യം നമ്മൾ അതിൽ എത്ര ഒന്നുകൾ ഉണ്ടെന്ന് വിശദീകരിക്കണം. ഹൗ മെനി വൺസ് ആർ ദർ ഇൻ ദാറ്റ് നമ്പർ. അതിനെന്താണ് ഇത്ര പ്രയാസം? ആ സംഖ്യ തന്നെയാണ് വൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും എളുപ്പമല്ലേ അത് എഴുതാൻ? പിന്നെ എന്താണ് ചെയ്യുക? അതിൽ എത്ര പത്തുകളുണ്ട്, എത്ര ഒന്നുകളുണ്ടെന്ന് എഴുതണം. ഈ സംഖ്യ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? ഇതിൽ എത്ര പത്തുകളുണ്ട്? 4 10s 5 1s. എങ്കിൽ നമുക്ക് മറ്റൊരു സംഖ്യ എടുത്തു നോക്കാം. 3 ഡിജിറ്റ് നമ്പറിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് നോക്കാം. നോക്കൂ, 132. ആദ്യം നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? എത്ര ഒന്നുകൾ ഉണ്ടെന്ന് നോക്കണം. എത്ര ഒന്നുകളാണുള്ളത്? 132 ഒന്നുകൾ അല്ലെ? പിന്നെ നമ്മൾ എന്താണ് നോക്കുക? അതിൽ എത്ര പത്തുകളുണ്ട്, എത്ര ഒന്നുകളുണ്ട്? എത്ര പത്തുകളാണുള്ളത്? 13 പത്തുകളാണുള്ളത്, 2 ഒന്നുകൾ. പിന്നെ നമ്മൾ നോക്കേണ്ടത് 3 അക്ക സംഖ്യകളാകുമ്പോൾ അതിൽ എത്ര നൂറുകളുണ്ട്, എത്ര ഒന്നുകളുണ്ട് എന്ന് നോക്കണം. ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിൽ ആലോചിച്ച് വെക്കണം. അതിൽ എത്ര നൂറുകളാണുള്ളത്? 100ഉം 32 ഒന്നുകളുമാണുള്ളത്. ദെൻ ദ ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എത്ര നൂറുകൾ, എത്ര പത്തുകൾ, എത്ര ഒന്നുകൾ. അതായത് 100, 3 10, 2 1. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ നോക്കാം. 132 ones, 30 tens 2 ones, 132 ones, 3 tens 2 ones. ഇങ്ങനെയാണ് നമ്മൾ സംഖ്യയെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഏത് സംഖ്യയായാലും ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ആ സംഖ്യയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെക്കുക. ആദ്യം എന്താണ് ചെയ്യുക? വൺസ്, പിന്നെ പത്തുകൾ ഒന്നുകൾ, പിന്നെ നൂറുകൾ ഒന്നുകൾ, പിന്നെ 100 10 1. ഓക്കെ.